നമ്മളൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് സ്വീകരിച്ചാണല്ലോ അതിന് മുന്നോട്ട് പോയത്. അപ്പം ആ ഡോക്ടർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്തു. അടങ്ങിയിരിക്കേണ്ടതൊക്കെ അടങ്ങിയിരുന്നിട്ടുമുണ്ട്. പ്രിപ്പറേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പാടായിരുന്നു. പാട് പാടെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ കുറച്ച് പേരൊക്കെ കല്യാണം കഴിച്ചവരായിരിക്കുമല്ലോ. അപ്പോൾ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് അത്യാവശ്യം നല്ല ടൈറ്റായിരുന്നു. ചേട്ടന് അധികം ലീവില്ലായിരുന്നു. ഞാൻ 2 ആഴ്ച മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ കയറി താമസമായിരുന്നു. അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു തിരക്കും ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾ തന്നെ? ഈ ഡ്രസ്സ് ഇന്നത്തെ ഈ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ആത്മ ഡിസൈനർ ഹൗസാണ് തിരുവല്ലയിൽ. എൻ്റെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് സാരി, ആ ഒരു റെഡ് സാരി ചെയ്തതാണ്. അന്ന് നമ്മുടെ ആ ഒരു സാരി ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തതാണ്. ഇത് ഫുള്ളും ഹാൻഡ് വർക്ക് ചെയ്തൊരു 15 ദിവസം എടുത്ത് ഫുള്ള് ലെഹങ്ക സെറ്റ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു കളറ് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ കുറേ നേരം ആലോചിച്ചു. അപ്പോൾ നിങ്ങൾ റെഡും ഇനിയിപ്പോൾ ആരാണ്ട് തന്നെ ഒരാൾ കാണിച്ചു കാപ്പിപ്പൊടി കളർ എന്നൊക്കെ ആരാണ്ട് അടുത്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കളറിൻ്റെ പേര് ഒരു റസ്റ്റ് കളർ, ഒരു ബേൺഡ് ഓറഞ്ച് എന്നൊക്കെ പറയാം. ഇത് യൂഷ്വലി കുറച്ച് കോമൺ അല്ലാത്തൊരു കളറായത് കാരണം ചൂസ് ചെയ്തൊരു കളറാണ്. ഇതിൻ്റെ ഡിസൈനർ ആലിയ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മേക്കപ്പ്. ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ആലിയ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ജാൻവി ചേച്ചിയാണ്. ജാൻവി ചേച്ചി അല്ലാന്ന് ചേച്ചി. പിന്നെ നാത്തൂനെ പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്കങ്ങനെ നാത്തൂന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഞങ്ങൾ കുറേ നാളായിട്ട് അറിയാം. ഇപ്പം എൻ്റെ കല്യാണത്തിന് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വർഷമായി ഏകദേശം ഈ ഒരു നമ്മൾ ആലോചനകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇപ്പോഴാണ് പക്ഷേ കല്യാണം നടന്നതെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പുതിയൊരാളെന്നൊന്നും തോന്നുന്നില്ല. ലൈക്ക് നമ്മുടെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരാൾ ജസ്റ്റ് വീട്ടിലോട്ട് വരുന്നു, അത്ര എനിക്ക് തോന്നുന്നുള്ളൂ. ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു കുട്ടിയാണ്. നല്ലൊരു കുടുംബം അവൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ ചേട്ടന്. പിന്നെ അനിയത്തി എന്ന നിലയിലും ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിൽ സീനിയർ എന്ന നിലയിലും ചേട്ടന് എന്തെങ്കിലും ഉപദേശങ്ങളോ കാര്യങ്ങളോ? ഉപദേശം കല്യാണ ജീവിതത്തെ പറ്റിയോ? കല്യാണ ജീവിതത്തെ പറ്റി ഇപ്പം ഉപദേശം എന്നൊക്കെ പറയാനായിട്ടൊന്നുമില്ല. ഓരോരുത്തരുടെ ലൈഫും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ കല്യാണം കഴിച്ച ആരൊക്കെ ഉണ്ടോ? ഉണ്ട്. ചേട്ടാ കല്യാണം കഴിച്ചാണോ? ബാച്ചിലറാണ്. കല്യാണം കഴിച്ച ഓരോരുത്തരുടെ ലൈഫ് ഓരോ രീതിയിലാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം തമ്മിൽ തീർക്കാൻ നോക്കുക, അല്ലെങ്കിൽ എന്താണ് ചേട്ടാ, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയല്ല, നമ്മൾ ഒത്തിരി മറ്റേ എന്താ പറയുന്നത് പാടായിരിക്കും എന്നൊക്കെ ചിന്തിച്ചതിനകത്ത് പോയി കഴിഞ്ഞാൽ പാടായിരിക്കും. എനിക്ക് ആക്ച്വലി അയ്യോ കല്യാണം കഴിഞ്ഞാൽ തീർന്നു, എനിക്ക് അങ്ങനെയൊന്നും പറയുന്നതിനോട് വലിയ താല്പര്യമില്ല. ബിക്കോസ് അങ്ങനെ പറയുമ്പം അതൊരു റോങ് മെസ്സേജ് മാത്രമല്ല, നമ്മൾ ഒരുപാട് അങ്ങനെ ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചിന്തിക്കും. നല്ല രീതിയിൽ പോകുന്ന ചിന്തിക്കണം, നമ്മൾ നല്ല രീതിയിൽ പോകും. ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവ്സിനൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാറില്ലേ? ഇപ്പം മീനുവിൻ്റെയും ചേട്ടൻ്റെയൊക്കെ ലൈഫിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടായി, അത് സോഷ്യൽ മീഡിയ കൂടെ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു. ഓക്കെ, അപ്പം അതങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്? അത് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. അത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കഴിയുന്ന ഹാപ്പി മൊമെന്റ്സ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അത് മാത്രമല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് അങ്ങനെ ആരും പറയാത്തത് കൊണ്ട് ആരും അറിയാത്തതാണ്. അതിനൊരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്. അപ്പോൾ ആൾക്കാർ അറിയുമ്പോൾ ആദ്യത്തെ ആൾ പോയി അത് വളരെ കോമൺ ആയിട്ട് റെഗുലർലി സംഭവിക്കുന്ന ഒരു 100-ൽ 10-25 പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നോർമലൈസ് ചെയ്യാന്നുള്ളതല്ല റൈറ്റ് വേർഡ്. അതും കൂടെ നമുക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ. അത് പഴയ ആൾക്കാരൊക്കെ പറയാറല്ലേ അടങ്ങിയിരിക്കണം അങ്ങനെയൊക്കെ, പക്ഷേ അല്ല, അത് ബേസിക്കലി നമ്മളൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് സ്വീകരിച്ചാണല്ലോ അതിന് മുന്നോട്ട് പോയത്. അപ്പം ആ ഡോക്ടർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്തു. അടങ്ങിയിരിക്കേണ്ടതൊക്കെ അടങ്ങിയിരുന്നിട്ടുമുണ്ട്. ഇതൊന്നുമല്ല, നമ്മൾ ഈ അടങ്ങിയിരിക്കുന്നതിനൊക്കെ പറയുന്നതിലുപരി ക്രോമോസോംസ് ഒത്തിരി സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മൾ ഇതിനകത്ത് ചെല്ലുമ്പോഴാണ് ഇതിനകത്ത് ഇത്രയധികം കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അപ്പം ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്രോമോസോം നമ്പറൊന്നും അല്ലെങ്കിൽ അത് വളരത്തില്ല. അങ്ങനെ കുറേയധികം ഇതിനകത്ത് ഒത്തിരി തലങ്ങളുണ്ട്. ഈ ചുമ്മാ അടങ്ങിയിരുന്നാൽ അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മുടെ ഇന്റേണലി നടക്കുന്ന കുറേയധികം സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളുമുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ഏതായാലും എല്ലാം മംഗളമായിട്ട് നടന്നു. ഇനി ജീവിതത്തിൽ നല്ല എല്ലാം പോസിറ്റീവായിട്ട് തന്നെ വരട്ടെ. ഭാവിയിലും നല്ല വിശേഷങ്ങളൊക്കെ വരട്ടെ. എന്താ പറയുക, ഈ എല്ലാ വീഡിയോ വരാൻ കിടക്കുവാണ്. ഇഷ്ടംപോലെ വീഡിയോ വരാനുണ്ട്. ഹൗസ് വാമിൻ്റെ വീഡിയോസ് വരാനുണ്ട്, കല്യാണത്തിൻ്റെ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ കുറേ വീഡിയോസ് വരാനുണ്ട്. എഡിറ്റിങ് അത് ഇത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇതൊക്കെ എടുക്കുന്നവർ അതിൻ്റെ ബാക്കി പരിപാടികൾ അറിയാമല്ലോ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്യണം. അതാണ്. താങ്ക് യു സോ മച്ച്.
റിസപ്ഷൻ ആയിട്ടില്ല, ചെറിയൊരു ഇന്റിമേറ്റ് ഫംഗ്ഷനായിട്ട് അടുക്കളകാണലാണ് ചെറിയ വലിയൊരു പരിപാടിയായിട്ടില്ല. താങ്ക് യു.